വെടിനിർത്തൽ കരാറിൽ പ്രാബല്യത്തിൽ വന്നതോടെ തെക്കൻ മേഖലയിൽ നിന്ന് 10,000-കണക്കിന് പലസ്തീനികൾ ഗാസ സിറ്റിയിലേക്ക് മടങ്ങി വരികയാണ്. ബന്ദികളെ കൈമാറാൻ ഹമാസിനുള്ള 72 മണിക്കൂർ സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഇസ്രായേലിൽ എത്തും. Well, he wanted it. You know, it's been a long time. He's been fighting a long time. He's been fighting hard. He wanted it. It's a great deal for Israel, but it's a great deal for everybody, for Arabs, for Muslims, for everybody, for the world. And as you know, on Monday the hostages come back. They're getting them now. I mean, they're getting them now. They're in some pretty rough places under earth. They're in some pretty rough places where only a few people know where they are in some cases. So they're getting them, and they're also getting the bodies, approximately 28 bodies. And some of those bodies are being unearthed right now as we speak. I mean, they're working on it right now as we speak. It's a tragedy. It's a tragedy. No, he was very happy with it. And I can tell you that I saw Israel dancing in the streets, but they were dancing in Qatar and Saudi Arabia and UAE and many, many countries. I saw Egypt. They were dancing. I'll be going to Israel. I'll be speaking at the Knesset, I think, early on. And then I'm also going to Egypt. They were terrific. But all of the countries were great. Indonesia was great. Jordan was great. They were all great. Everybody wants this deal to happen. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ പലസ്തീനികൾ ഗാസയിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചയാണ്. 72 മണിക്കൂറാണ് സമയപരിധി. ബന്ദികളെ കൈമാറാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുകയും ചെയ്തൊരു സാഹചര്യവും കൂടിയുണ്ട്. മിഥുൻ ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. മിഥുൻ, പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഗാസയിലേക്ക് അവർ മടങ്ങിയെത്തുന്ന ഒരു കാഴ്ച, അതോടൊപ്പം തന്നെ സമയപരിധി എന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടവും കൂടിയുണ്ടല്ലോ. എന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ. ഹരി, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിങ്കളാഴ്ച തന്നെ ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ്. അത് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെ വെച്ചാണ് ഈ ബന്ദികളെ കൈമാറുന്നത്, അതിന് ഇടനില നിൽക്കുന്നത് റെഡ് ക്രോസ് അടക്കമുള്ള സംഘടനകളാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ള ബന്ദി കൈമാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിന് ഇടനില നിന്നത് റെഡ് ക്രോസ് അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ തന്നെയായിരുന്നു. ഒപ്പം തന്നെ അതിന് കൃത്യമായ സമയം നിശ്ചയിക്കും. ഒപ്പം തന്നെ അതിനുവേണ്ടി ഒരു പ്രത്യേക ഇടം നിശ്ചയിക്കുകയും ചെയ്യും. അത് വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ചൊരു വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും തിങ്കളാഴ്ച തന്നെ ഈ ബന്ദി കൈമാറ്റം നടക്കുമെന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഗാസയിൽ സമാധാനം അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊന്നും തന്നെ ഒരു ആക്രമണവും ഗാസയിൽ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും വളരെ ആശ്വാസകരമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലസ്തീൻ ജനത ഗാസയിൽ നിന്ന് പലരും പലായനം ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തിരികെ വരുന്ന ഒരു സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അവരൊക്കെ തിരികെ ഗാസയിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയുള്ള ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അത് കൃത്യമായി പാലിക്കണമെന്നുള്ള ചില ഉപാധികൾ നേരത്തെ ഹമാസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആശാവകമായിട്ടുള്ള കാര്യം. അതിനിടെ ഇനി രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ സമയം ഒക്കെ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആദ്യഘട്ടം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഈ 20 ദിന പദ്ധതികൾ അംഗീകരിച്ചുകൊണ്ട് അത് കൃത്യമായി പാലിക്കാൻ ഇരുവരും തയ്യാറായതോടുകൂടിയാണ് ഇന്നലെ ഈ വെടിനിർത്തലും ഒപ്പം തന്നെ ആദ്യഘട്ട കരാറിൽ പറഞ്ഞതുപോലെയുള്ള ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഇതിൻ്റെ പിന്നാലെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിന്മാറുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ US-ന്റെ സൈനികരെ 200 സൈനികരെ ഈ ഗാസയുടെ അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു. അത് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള US-ന്റെ ട്രൂപ്പുകളെയാണ് ഈ ഒരു മേഖലയിൽ വിന്യസിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേലിന് പിന്തുണ നൽകുക, മറ്റൊന്ന് ഗാസയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുക. ഒപ്പം തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കരാർ അത് ലംഘിക്കപ്പെടുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ സേനയായിരിക്കും നിരീക്ഷിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറെക്കാലത്തെ രക്തച്ചൊരിച്ചിലിനൊടുവിൽ ഗാസ സമാധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. വളരെ ആഘോഷകരമായിട്ടായിരുന്നു അവരുടെ ജനങ്ങൾ
ഈ ഒരു പ്രഖ്യാപനത്തെ സ്വീകരിക്കുകയും ചെയ്ത് കുട്ടികളടക്കമുള്ളവർ വളരെ ആഹ്ലാദ പ്രകടനം നടത്തുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അവർക്ക് ഉണ്ടായിട്ടുള്ള വേദനകൾ അതെല്ലാം ഉള്ളിലടക്കിക്കൊണ്ട് തന്നെയായിരുന്നു അവർ ഈ ഒരു പ്രഖ്യാപനത്തെ അവർ വരവേൽക്കുകയും ചെയ്തത്. എന്തായാലും ഇനി ഇത്തരത്തിലുള്ള ബോംബിങ്ങുകളോ അല്ലെങ്കിൽ വെടിവെച്ചുകളോ ഒന്നും കേൾക്കാതെ തങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമെന്നുള്ള പ്രത്യാശയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അടുത്ത രണ്ടാം ഘട്ട ചർച്ചകളിലേക്കാണ് ഇനി കടക്കേണ്ടതായിട്ടുള്ളത്. അതാണ് നിർണായകമായിട്ടുള്ള ഘട്ടം. അവിടെയാണ് സാഹചര്യം. രണ്ടാം ഘട്ട ചർച്ചകൾ അത് എപ്പോഴായിരിക്കും എന്നത് സംബന്ധിച്ച് ധാരണകൾ വരണം. പക്ഷേ ഒന്നാം ഘട്ട ചർച്ചകൾ വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോവുക തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ബന്ദി കൈമാറ്റവും ഉടൻ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഇതിനാണ് വിശദാംശങ്ങൾ നൽകിയത്.